ടെക്നോളജിയിലും കമ്മ്യൂണിക്കേഷനിലും മാത്രമല്ല ചേഞ്ച് സംഭവിക്കുന്നത്. ഓരോ സെക്കൻഡിലും മിനിറ്റിലും നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനും നമ്മുടെ സ്വപ്നങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ചോയ്സസിന് പോലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചേഞ്ച് വരുന്ന കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് എ സ്ട്രോങ് മെൻ്റൽ ഹെൽത്ത്. നിങ്ങൾ കുറച്ച് ആൾക്കെങ്കിലും പരിചയം ഉണ്ടാവും, ഫ്ലിൻ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഫ്ലിൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും അവരുടെ ആവറേജ് ഇൻ്റലിജൻസിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും. റീസെൻ്റ്ലി വേൾഡിൽ നടന്ന പല പഠനങ്ങളിലും സം ഓഫ് ദ കൺട്രീസ് ഫ്ലിൻ ഇഫക്റ്റ് ഈസ് റിവേഴ്സ്ലി ഇഫക്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് പുതിയ വരുന്ന ജനറേഷനിലുള്ള IQ ആവറേജ് കൂടുന്നതിന് പകരം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ചില രാജ്യങ്ങളിൽ കാണിക്കുന്നത്. എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യയുടെ പഠനത്തിൽ, റീസെൻ്റ് ആയിട്ടുള്ള പഠനത്തിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൽ 10% വരുന്ന ആളുകളിൽ ചികിത്സ ആവശ്യമുള്ള, ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളതാണ്. എത്രയാണ്? 10%. അപ്പോൾ എനിക്ക് തോന്നി നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലും മറ്റിലൊക്കെ കാണുന്ന ചില ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ അവരൊക്കെ ഈ 10% വരുന്ന ആളുകളായിരിക്കും. നമ്മൾ സ്വകാര്യമായി വെക്കേണ്ട കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് പറയുകയും അത് മറ്റുള്ളവരുടെ ജീവിതത്തിനും മറ്റുള്ളവരുടെ സ്വൈര്യമായ മുമ്പോട്ട് പോക്കിനെയും തടസ്സം ചെയ്യുന്ന രീതിയിലാണ് ചില ആളുകൾ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത്, പുതിയ തലമുറയെ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ ഈ 2 ഫാക്ടറും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്.